ഉഹദിലല്ല എന്ന് ഹുനൈനിൽ. അന്നും സ്വഹാബികൾ എത്ര ഉണ്ട്? 12,000. മക്ക ഫതഹ് കഴിഞ്ഞിട്ടാണ് ഹുനൈൻ. എന്തുകൊണ്ട്? മക്ക ഫതഹ് കഴിഞ്ഞപ്പോ ചെറിയ ഒരു തോന്നലുണ്ടായി. എന്ത്? നമ്മൾ അത്യാവശ്യം തേർക്കടില്ല. لقد نصركم الله في مواطن كثيرة ويوم حنين إذا أعجبتكم كثرتكم فلم تغن عنكم شيئا وضاقت عليكم الأرض بما رحبت ثم وليتم مدبرين. ഹുനൈനിലേക്ക് പോയപ്പോൾ നിങ്ങൾ എണ്ണപ്പെരുപ്പത്തിൽ അത്ഭുതപ്പെട്ടു. നമ്മൾ ഇന്ന് 12,000 ആളേ ഉള്ളൂ. ശത്രു എത്ര? 4,000. ഒരു കാലത്ത് നമ്മൾ ശത്രു നമ്മുടെ 3 ഇരട്ടി കൂടുതൽ ഉണ്ടായിട്ട് ശത്രുവിനെ നമ്മൾ തോൽപ്പിച്ചു എന്ന് ബദറില്. ഇന്ന് നമ്മൾ ശത്രുവിന്റെ 3 ഇരട്ടിണ്ട്. ഇന്ന് നമുക്ക് എന്ത് ശത്രുവാന്ന് പേടിച്ചു. എന്നാലോ ഫലം തോന്നിയാക്കും യുദ്ധം തുടങ്ങിയപ്പോൾ ആ എണ്ണപ്പെരുപ്പം കൊണ്ട് ഒരു നേട്ടവും ഉണ്ടായില്ല. എന്റെ മഹാന്മാരായ ഉമറാക്കൾ, നേതാക്കൾ, ഉമർ സാഹിബ് അടക്കമുള്ള ജനപ്രതിനിധികളൊക്കെ ഇവിടെ ഉണ്ട്. എനിക്ക് വളരെ കറക്റ്റ് ഇത് പറയാനുള്ളൊരു വാക്കാണ്. ഒരിക്കലും എണ്ണപ്പെരുപ്പത്തിൽ അത്ഭുതപ്പെടേണ്ട, എണ്ണപ്പെരുപ്പത്തിനെ തൃപ്തിപ്പെടുത്തുകയും വേണ്ട. എണ്ണപ്പെരുപ്പം മുസൽമാന്റെ അടിത്തറയുടെ ഐഡന്റിറ്റിയുമല്ല. എണ്ണപ്പെരുപ്പത്തെ കാണുകയും വേണ്ട. മുസൽമാൻ അതൊന്നും അല്ല അടിത്തറ. മുസൽമാന് അള്ളാഹു മനുഷ്യന്റെ കൽബിൽ ഒരാളെ പറ്റി സ്നേഹമിട്ട് കൊടുക്കണമെങ്കിൽ അയാളെ അള്ളാഹു സ്നേഹിക്കണം. മനസ്സിലായോ? അപ്പോൾ എണ്ണപ്പെരുപ്പത്തിനൊരു പ്രതിസന്ധി സാഹചര്യത്തിൽ 1 സെക്കൻഡ് കൊണ്ട് സ്നേഹം കൊടുക്കും. മനസ്സിലായില്ല? അത് തെരഞ്ഞെടുപ്പിന്റെ തലേ രാത്രിയുമാകാം. നിങ്ങൾ ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞ. ശത്രുവാണെന്ന് വിചാരിക്കുന്ന ഒരു ഫലിതം ഞാൻ വായിച്ചു. ഒരു 101 കഥകളുള്ള ഒരു ചെറിയ പുസ്തകം ഉണ്ടല്ലോ, എത്ര പോന്നൊരു പുസ്തകം. അതിലുണ്ട് വോട്ടെണ്ണിയപ്പോൾ എതിരാളി കൂടിയക്ക് നേട്ടം കൂടിയെങ്കിലും ഇലയെണ്ണിയപ്പോൾ ഞാനാണ് ജയിച്ചത്. മനസ്സിലായില്ല? അതായത് തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് കൂടെ കൊണ്ട് നടന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത് തീറ്റിയപ്പോൾ, ഇലയെണ്ണിയപ്പോൾ ഞാനാണ് ജയിച്ചിരുന്നത്. വോട്ടെണ്ണിയപ്പോൾ ശത്രുവാണ് ജയിച്ചതെങ്കിലും ഇലയെണ്ണിയപ്പോൾ ഞാനാ ജയിച്ചത്. അവിടെ ചിന്തിക്കണം. 1 സെക്കൻഡ് കൊണ്ട് ക്ലിക്കടിച്ചു കൊടുക്കും. 1 സെക്കൻഡ്. ഇയാൾക്ക് ഒരാളെ അള്ളാഹു സ്നേഹിച്ച നല്ല രസമുള്ള ഒരു ഹദീസ് ഉണ്ട്. അത്ഭുതമാണ് ഹദീസ്. ഒരാളെ അള്ളാഹു സ്നേഹിച്ചാൽ അള്ളാഹു ഫനാദാ ജിബ്രീലിനെ വിളിച്ചിട്ട് പറയും, ഇന്നി ഉഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബഹു. ഇന്നാലെന്നെ ഒരാളെ എനിക്കിഷ്ടാണ്, അയാൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടോളൂ എന്ന് പറയും. ആരോട്? സയ്യിദുനാ ജിബ്രീൽ. ഫയുഹിബ്ബുഹു ജിബ്രീൽ. അപ്പോൾ അയാൾ ആരിഷ്ടപ്പെടും? ജിബ്രീൽ ഇഷ്ടപ്പെടും. എന്നിട്ട് സയ്യിദുനാ ജിബ്രീൽ, മലായികത്തിന്റെ നേതാവാ സയ്യിദുനാ ജിബ്രീൽ, ബഹുമാനപ്പെട്ട ഒരു മലക്കിന്റെ കൂട്ടത്തിലേക്ക് വരും. ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാന വ അന ഉഹിബ്ബുഹു ഫഅഹിബ്ബു. അല്ലാഹു ഒരാളെ ഇഷ്ടാണ്, അത് കാരണം ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെട്ടോളൂ എന്ന് പറയും. ആരോട്? മലക്കുകളോട്. അതോടുകൂടെ ആകാശലോകത്തുള്ള മലക്കുകൾ മുഴുവനും അയാൾ ഇഷ്ടപ്പെടും. അതോടുകൂടെ ആകാശത്ത് വിളിയാളമുണ്ടാകും, യാ അഹ്ലൽ അർളി, ജനങ്ങളെ, നിങ്ങൾ ഭൂമിയിലുള്ളവരെ അയാളെ ഇഷ്ടപ്പെട്ടോളൂ. പിന്നെ ഭൂമിയിൽ അയാൾക്ക് ഒരു പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ സ്വീകാര്യതയുണ്ടാകും. ഇത് ഖൽബിൽ അല്ലാഹു തആല ഇട്ടിരുന്നതാ. അല്ലാഹു തആല നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു ബോധം തരട്ടെ. അവിടെ പറയുന്നുണ്ട്, സുമ്മാ അൻസലല്ലാഹു സകീനതഹു അലാ റസൂലിഹി വഅലൽ മുഅ്മിനീൻ എന്നതുപോലെ ചിന്തിക്കണം. ശ്രദ്ധിക്കണില്ലേ? ഒരു പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ 12 വയസ്സുകാരനാണ് ആര്? യൂസുഫ് അലൈഹിസ്സലാം. അപ്പോഴും അല്ലാഹു തആല വഅൗഹൈനാ ഇലൈഹി എന്താ വഹി അറിയിച്ചു കൊടുത്തെന്നറിയോ? ലതുനബ്ബിഅന്നഹും ബിഅംരിഹിം ഹദാ വഹും ലാ യശ്ഉറൂൻ. ഇവർക്ക് ബോധമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇനി ഒരിക്കൽ യൂസുഫേ, നിങ്ങൾ ഇത് അവരോട് തന്നെ പറയേണ്ടി വരും. പറഞ്ഞു നിങ്ങൾ, ഇവർക്ക് ബോധമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇത് നിങ്ങൾ തന്നെ ഇനി ഒരിക്കൽ അവരോട് പറയും എന്ന്. അപ്പോൾ പിന്നീട് രാജകൊട്ടാരത്തിൽ നടക്കുന്ന സംഭവം പൊട്ടക്കണത്തിൽ വെച്ച് അള്ളാഹു പറഞ്ഞു കൊടുത്തു. ആർക്ക്?
ലോക ചരിത്രത്തിൽ ഇത് പിന്നെ നടക്കുകയാണെങ്കിലും ഇതേക്കുറിച്ചുള്ള വിവരം പൊട്ടക്കണത്തിൽ വെച്ച് ആർക്കുണ്ട്? സയ്യിദുനാ യൂസുഫിനുണ്ട്, വിശുദ്ധ ഖുർആൻ. അപ്പോൾ ഹസദ്, ഒരാൾ നമ്മളെ അസൂയ വെച്ച് എന്തോ ചെയ്താലോ നമ്മൾ തിരിച്ചു ചെയ്യല്ല വേണ്ടത്. നമ്മൾ സ്വാബിറായാൽ പ്രതിസന്ധി സാഹചര്യത്തിൽ ആരുണ്ടാവും? അല്ലാഹു ഉണ്ടാവും. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇനി നിങ്ങൾക്ക് കേൾക്കണോ രസം? ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഈ 10 ആള് വരുന്നുണ്ട്. ഈ 10 ആള് വന്നിട്ട് പറയാണ്, അന്ന് രാജാവായിരുന്നു സയ്യിദുനാ യൂസുഫ്. അന്ന് ഈജിപ്തിന്റെ ചക്രവർത്തിയാ സയ്യിദുനാ യൂസുഫ്. ഈജിപ്ത് എന്നാൽ ഇന്നത്തെ ഭൂമിശാസ്ത്രപരമായി ഇന്നത്തെ വർത്തമാന ചരിത്രത്തിൽ അമേരിക്കയ്ക്കുള്ളതിനേക്കാൾ വലിയ സ്ഥാനം അന്ന് ഈജിപ്തിനുണ്ടായിരുന്നു. ഉറങ്ങരുത്, പറയുമ്പോ പറഞ്ഞത് കേൾക്ക്, മനസ്സിലാക്ക്. എന്തുകൊണ്ട്? പുറം രാജ്യങ്ങൾ വരെ അമേരിക്കയോടൊന്നും തുലനം ചെയ്യാൻ പറ്റൂല. കാരണം അമേരിക്കയെ തീറ്റുന്നത് പുറം രാജ്യങ്ങളാണ്. ഇത് പുറം രാജ്യങ്ങളെ തീറ്റിയിരുന്നത് അന്ന് ഈജിപ്റ്റാണ്. ഉറങ്ങി നിങ്ങൾ. അമേരിക്കയോട് ഒരു കാലത്തും തുലനം ചെയ്യാൻ പറ്റൂല. അമേരിക്കയെ എന്നും തീറ്റുന്നത് നമ്മളാണ്. അങ്ങനെയായിരുന്നില്ല ഈജിപ്റ്റ്. എന്തുകൊണ്ട്? അന്ന് ഈജിപ്തിന്റെ ചക്രവർത്തിയായ സയ്യിദുനാ യൂസുഫ്. ചിന്തിക്കണം, നിങ്ങൾ ആലോചിക്ക്. ഈജിപ്തിന്റെ അന്നത്തെ സാഹചര്യം, പുറം നാടുകൾ വരെ റേഷന് വേണ്ടി ഈജിപ്തിനെ ആശ്രയിച്ചിരുന്നു. എന്തുകൊണ്ട്? ഇവർ ഈജിപ്തികളല്ല. ആര്? യാക്കൂബ് നബിയുടെ മക്കൾ കന്നാനികളാണ്. കന്നാൻ ഈജിപ്തിന് പുറത്താണ്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇവർ കന്നാനികളാണ്. അപ്പോൾ പിന്നെ എന്തിനാ അവർ റേഷന് വന്നത്? കന്നാനിലുള്ളവർക്ക് വരെ റേഷൻ കൊടുത്തിരുന്നത് ഈജിപ്ത് രാജാവാണ്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഒരു കിബ്തിയെ കൊല്ലുന്നുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസ. എന്നിട്ട് രക്ഷപ്പെട്ടത് കനാനിലേക്കാണ്. കനാൻ ഈജിപ്തിന്റെ പുറത്താണ്. കനാനിലെത്തിയപ്പോൾ ശുഐബ് നബി പറഞ്ഞത്, നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ, നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാണ് യൂസുഫ് നബി മൂസാ നബിയോട്. അപ്പോൾ കനാൻ ഈജിപ്തിന്റെ പുറത്തായിരുന്നു. അങ്ങനെയുള്ള നാട്ടിന്റെ ഈജിപ്തിന്റെ ചക്രവർത്തിയായി പിന്നീട് ആര്? സയ്യിദുനാ യൂസുഫ്. ഇനി രസമുണ്ട്. ഇനി അവിടെ ഒരു ആയത്തുണ്ട്. ആ ആയത്ത് വല്ലാത്ത. ഇവർ 10 ആള് റേഷന് വേണ്ടി വന്നിട്ട് പറയാ, യാ അയ്യുഹൽ അസീസ് ഖദ് മസ്സനാ വാഹിലന അല്ലർ വജീനാ ബിബിളാത്തിൻ മുസ്ജാത്തിൻ ഫൗഫി ലനൽ കൈല വതസദ്ദഖ് അലൈനാ ഇന്നല്ലാഹ യജ്സിൽ മുതസദ്ദിഖീൻ. വയല് നടത്തിയ പിരിവ്, വയല് പറഞ്ഞിട്ടുള്ള പിരിവ്. യാ അയ്യുഹൽ അസീസ്, മഹാരാജാവേ അത് മസ്സനാവാഹിലനല്ലുറു, ഞങ്ങൾക്കും കുടുംബത്തിനും വലിയ ക്ഷാമവും ദാരിദ്ര്യവും ബാധിച്ചിരിക്കുന്നു. റേഷന് വിലയായി കൊണ്ടുവന്നത് തീരെ വിലയില്ലാത്തതുമാണ്. മനസ്സിലായില്ല? റേഷൻ വാങ്ങണമെങ്കിൽ മനസ്സിലായില്ല. BPL അരി കൊടുക്കും സർക്കാർ. അതിനുമുണ്ടല്ലോ എന്ത്? 1 കിലോ BPL അരിക്ക് എത്ര ഷാവൂല? എത്ര? 4 റുപ്യ 3 റുപ്യ? എത്ര? 3 റുപ്യ. ഒരു 3 റുപ്യ അതിനും വേണ്ടേ? റേഷനാണെങ്കിലും ഒരു റേഷന്റെ വില വേണ്ടേ? റേഷന്റെ വില വേണല്ലോ. റേഷൻ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്ന വില വളരെ നിസ്സാരമാകുന്നു. ഞങ്ങളെ വില നോക്കിയാൽ ഞങ്ങൾക്കൊന്നും തരാൻ യോഗ്യതയില്ല. പക്ഷെ ഞങ്ങളെ കുടുംബം വളരെ പട്ടിണിയില്ല. അതുകൊണ്ട് കൈല, ഞങ്ങൾക്കൊന്ന് പൂർത്തിയായി അളക്കണം. ഞങ്ങൾക്ക് കുറച്ച് സ്വതക്ക തരണം രാജാവേ. ഇന്നല്ലാഹ യജ്സിൽ മുതസദ്ദിഖീൻ, സ്വതക്ക കൊടുക്കുന്നവർക്ക് അല്ലാഹു പ്രതിഫലം കൊടുക്കും. മനസ്സിലായില്ല നിങ്ങൾക്ക്? ആരാ എന്ന് പറയുന്നത്? പൊട്ടക്കണത്തിലിട്ടവര് എന്ന് പറയാം. യാ അയ്യുഹൽ അസീസ്. അതിന്റെ താഴെ ഒരു ആയത്തുണ്ട്, വഖറു ലഹു സുജ്ജദാ. ഭൂമിയിൽ മനുഷ്യന്റെ മുന്നിൽ സുജൂദ് ചെയ്ത ഒരേ ഒരു സംഭവം ഇതാണ്. വഖറു ലഹു സുജ്ജദാ, സുജൂദിൽ വീണു. വഹുവ സുജൂദുൽ ഹഖീഖി. പിന്നെയാണ് സുജൂദ് മനുഷ്യന്റെ മുന്നിൽ ഹറാമാക്കിയത്. അന്ന് ഹറാമാക്കിയില്ല. മഹ്സൂദിന്റെ മുന്നിൽ ഹാസിദീങ്ങൾ സുജൂദ് ചെയ്യേണ്ടി വന്നു. അല്ലാഹു
ഭൂമിയിൽ ഒരാളുടെ മുന്നിലും അനുവദിക്കാത്ത കാര്യമാ സുജൂദ്.